ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ചരിത്രത്തിലൂടെ നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ മഹാനായ അലക്സാണ്ടർ എന്ന ഗ്രീക്ക് ചക്രവർത്തിയെ നമ്മൾ പരിചയപ്പെട്ടു. തൻ്റെ യൗവനത്തിൽ തന്നെ അകാലത്തിൽ മരണപ്പെട്ടു പോയ അലക്സാണ്ടർ കേവലം 12 വർഷങ്ങൾ നീണ്ടുനിന്ന തൻ്റെ രാജഭരണത്തിൻ്റെ സമയത്ത് നേടിയെടുത്ത, വെട്ടിപ്പിടിച്ച, കീഴ്പ്പെടുത്തിയ വലിയ സാമ്രാജ്യത്തിൻ്റെ കഥ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ 12 വർഷത്തെ ഭരണത്തിന് ശേഷം BC 324 അലക്സാണ്ടർ മരണമടയുന്നു. അലക്സാണ്ടറിന് ശേഷം മഹത്തായ വിശാലമായ ഈ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ സേനാധിപന്മാരായിരുന്ന, ജനറൽമാരായിരുന്ന 4 പേരുടെ അധീനതയിലേക്കാകുന്നു. ടോളമി, സെലൂക്കസ്, അന്റിഗോണസ്, ലിസിമാക്കുസ് എന്നിങ്ങനെ 4 ജനറൽമാർ. ഈ 4 ജനറൽമാരും അവരുടെ സന്തതി പരമ്പരകളും പിന്നീട് രാജാക്കന്മാരായി ഭരണമാരംഭിക്കുന്നു. അത്തരത്തിൽ രാജാക്കന്മാരായി ഭരണമാരംഭിച്ച സെലൂക്കസ് എന്ന ജനറലിൻ്റെ വംശം അറിയപ്പെടുന്നത് സെലൂസിഡ് ഡൈനാസ്റ്റി, സെലൂക്യ രാജവംശം എന്ന പേരിലാണ്. ഈ സെലൂക്യ രാജവംശത്തിൽ ജനിച്ച് ഭരണത്തിൽ വന്ന ഒരു രാജാവിൻ്റെ പേരാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് 4. 1-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനങ്ങളിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് 4 ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ സമയം മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം നമുക്കൊന്ന് കൈകളിലെടുക്കാം. വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കൈകളിലെടുത്ത് മക്കബായരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് അന്ത്യോക്യസ് എപ്പിഫാനസിനെ നമുക്കൊന്ന് കണ്ടുമുട്ടാം. അവരുടെ വംശത്തിൽപ്പെട്ട അന്ത്യോക്യസ് രാജാവിൻ്റെ പുത്രനായി തിന്മയുടെ വേരായ അന്ത്യോക്യസ് എപ്പിഫാനസ് ജനിച്ചു. ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിൻ്റെ 137-ാം വർഷം ഭരണമേൽക്കുന്നതിന് മുൻപ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുൻപോട്ട് വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം. കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ആളുകൾ താൽപ്പര്യപൂർവ്വം രാജാവിൻ്റെ അടുക്കലെത്തി. വിജാതീയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി. അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായികാഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിൻ്റെ അടയാളങ്ങൾ അവർ മായ്ച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു.
രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഒന്ന്, തിന്മയുടെ വേരായ അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ. രണ്ട്, ജന്മം കൊണ്ട് യഹൂദരായിരുന്നിട്ടും വിശ്വാസം കൊണ്ടും പാരമ്പര്യം കൊണ്ടും യഹൂദരായിരുന്നിട്ടും രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ മതവിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ദൈവിക നിയമങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് യവന ആചാരങ്ങൾക്ക് പിറകെ, ഗ്രീക്ക് സംസ്കാരത്തിന് പിറകെ, ഗ്രീക്ക് വിശ്വാസ സംഹിതകൾക്ക് പിറകെ, ഗ്രീക്ക് ദൈവങ്ങൾക്ക് പിറകെ പോയ യഹൂദരുടെ മറ്റൊരു വിഭാഗവുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആരായിരുന്നു അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലക്സാണ്ടറിൻ്റെ 4 ജനറൽമാരിൽ ഒരാളായിരുന്ന സെലൂക്കസിൻ്റെ വംശം, സെലൂസിഡ് ഡൈനാസ്റ്റി, സെലൂക്യ രാജവംശം, ആ രാജവംശത്തിൽ ജനിച്ച ഒരു യവന രാജാവായിരുന്നു, ഗ്രീക്ക് രാജാവായിരുന്നു അന്ത്യോക്കസ് നാലാമൻ, എപ്പിഫാനസ് എന്ന അപരനാമമുള്ള വ്യക്തി. ഇയാൾ യൂദായിൽ ബലപ്രയോഗത്തിലൂടെ യവനവൽക്കരണം നടത്താൻ ശ്രമിച്ചതാണ് മക്കബായ വിപ്ലവത്തിന് കാരണമാകുന്നത്. ഇയാൾ BC 167 ജെറുസലേം ദേവാലയത്തിൽ ഗ്രീക്ക് ദേവനായ സേവൂസിന് ഒരു യാഗപീഠം സ്ഥാപിച്ച് അതിൽ വെച്ച് പന്നികളെ ബലിയർപ്പിച്ചു. ഇതോടുകൂടെ യഹൂദർ പരിപാവനമായി കരുതിയിരുന്ന ജെറുസലേം ദേവാലയം അശുദ്ധമാക്കപ്പെട്ടു. വിശുദ്ധിയുടെ ഇടത്ത് അശുദ്ധമായ ഒരു ബലി ഒരു വിജാതീയ ദേവൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുകയാണ്. ഈ സംഭവമാണ് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം, അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിന്നതാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ. ജെറുസലേമിൽ ദൈവമായ കർത്താവിന് സമർപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ ഉള്ളിൽ സേവൂസ് എന്ന ഗ്രീക്ക് ദേവന് യാഗപീഠം സ്ഥാപിച്ച് അതിൽ വെച്ച് പന്നികളെ ബലിയർപ്പിച്ചത്. പിന്നീട് യഹൂദ മതമർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് പേർഷ്യയിലെ ഒരു യുദ്ധയാത്രയ്ക്കിടയിൽ മരണപ്പെടുകയുമാണ്. അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ്റെ നയങ്ങൾ സെലൂസിഡ് ഡൈനാസ്റ്റിയെ അല്ലെങ്കിൽ സെലൂക്യ രാജവംശത്തെ മെല്ലെ മെല്ലെ ദുർബലമാക്കുകയും ഹസ്മോണിയൻ രാജവംശത്തിന് കീഴിലുള്ള യഹൂദരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇയാളുടെ കാലത്തെ മതമർദ്ദനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മക്കബായ വിപ്ലവം ഉണ്ടാകുന്നത്. ആ മക്കബായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും യഹൂദർ ആചരിക്കുന്ന ഹനൂക്ക എന്ന തിരുനാൾ കൊണ്ടാടപ്പെടുന്നത്. ഇയാളുടെ പേരിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ത്യോക്യസ് നാലാമൻ എപ്പിഫാനസ് എന്നൊരു അപരനാമം കൂടി, എന്നൊരു നാമധേയം കൂടി ഇയാൾക്കുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. എപ്പിഫാനസ് എന്നത് ഇയാൾ സ്വയമേവ സ്വീകരിച്ച ഒരു പേരാണ്. എപ്പിഫാനസ് എന്ന ഗ്രീക്ക് പേരിൻ്റെ അർത്ഥം ദ മാനിഫെസ്റ്റഡ് വൺ, ദൈവം പ്രത്യക്ഷൻ, ദൈവം തന്നെ പ്രത്യക്ഷനായവൻ എന്നാണ്. ദൈവ പദവി അത് ഇയാൾ അവകാശപ്പെട്ടു, താൻ ദൈവമാണ് എന്നാണ് ഇയാൾ എപ്പിഫാനസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശകരും ശത്രുക്കളുമായിരുന്ന യഹൂദരുൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ വിളിക്കുന്നത്
എപ്പിമാനസ് എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ എപ്പിഫാനസ് എന്നും എപ്പിമാനസ് എന്നും എഴുതുമ്പോൾ ആകെ ഒരു അക്ഷരം മാത്രം മാറ്റിയാൽ മതി. ഫി എന്ന ഗ്രീക്ക് അക്ഷരം മാറ്റിയിട്ട് അവിടെ മ്യൂ എന്ന ഗ്രീക്ക് അക്ഷരം ചേർക്കുമ്പോൾ എപ്പിഫാനസ് എപ്പിമാനസ് ആയി മാറും. എപ്പിമാനസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഭ്രാന്തൻ, വട്ടൻ എന്നൊക്കെയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വിമർശകരും ശത്രുക്കളൊക്കെ ഇയാളെ വിളിച്ചിരുന്നത് അന്ത്യോക്യസ് എപ്പിമാനസ്, വട്ടനായ ഭ്രാന്തനായ അന്ത്യോക്യസ് എന്നായിരുന്നു. ഞാൻ പറഞ്ഞു, ഇയാളുടെ ഭരണം ആരംഭിച്ച് ഉടൻ തന്നെ ജന്മം കൊണ്ട് യഹൂദരായ കുറേ ആളുകൾ ഇയാളുടെ പക്ഷം ചേരുകയാണ്. അവരവരുടെ വിശ്വാസത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല. യഹൂദ ആചാരങ്ങൾക്ക് അവർ പുല്ലുവില കൽപ്പിക്കുന്നു. ദൈവിക നിയമങ്ങളെ അവർ സൗകര്യപൂർവ്വം വിസ്മരിച്ച് കളയുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ഈ രാജാവിൻ്റെ കൂടെ ചേർന്ന് ജെറുസലേമിൽ ഒരു കായിക കളരി, ജിംനേഷ്യം സ്ഥാപിച്ചതിനെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. 1 വക്കവായർ 1-ാം അധ്യായത്തിലെ 14-15 തിരുവചനങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായികാഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിൻ്റെ അടയാളങ്ങൾ അവർ മായ്ച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. അന്ത്യോക്യസ് എപ്പിഫാനസ് അദ്ദേഹത്തിൻ്റെ യവനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സാമ്രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ജിംനേഷ്യങ്ങൾ സ്ഥാപിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിനു മുൻപ് അലക്സാണ്ടറിൻ്റെ കാലം മുതൽ ഈ ജിംനേഷ്യങ്ങൾ സ്ഥാപിക്കുന്ന പതിവുണ്ടായിരുന്നു. ഞാൻ ജിംനേഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ജിംനേഷ്യങ്ങളായിട്ട് നിങ്ങളതിനെ പരിഗണിക്കരുത്. കായിക കസർത്ത് എടുക്കുന്ന സ്ഥലങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് പഠനം നടത്തുന്ന ഒരു സ്കൂൾ എന്ന അർത്ഥത്തിൽ. അവിടെ തീർച്ചയായും കായികാഭ്യാസങ്ങളും വിനോദങ്ങളും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീക്ക് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ കായികാഭ്യാസങ്ങൾ, ഗ്രീക്ക് ഭാഷ ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ എന്ന അർത്ഥത്തിലാണ് ജിംനേഷ്യത്തെ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ജിംനേഷ്യം ജെറുസലേമിൽ സ്ഥാപിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ജിംനേഷ്യങ്ങൾക്ക് അക്കാലത്ത് സാംസ്കാരികമായിട്ടുള്ള മതപരമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വിജാതീയരെ അനുകരിച്ച് ജെറുസലേമിൽ ഒരു ജിംനേഷ്യം സ്ഥാപിക്കുമ്പോൾ ജെറുസലേമിലെ ദേവാലയം നിലകൊള്ളുന്ന അതേ കുന്നിൻ മുകളിലാണ് ഈ ജിംനേഷ്യം സ്ഥാപിക്കപ്പെട്ടത്. ടെമ്പിൾ മൗണ്ടിലാണ്. എന്താണ് ഇതിൻ്റെ സാംസ്കാരിക പ്രത്യാഘാതം? യഹൂദ സമൂഹത്തിലേക്കുള്ള ഒരു പ്രധാന സാംസ്കാരിക കടന്നുകയറ്റത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ ജിംനേഷ്യം. കാരണം പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ ജിംനേഷ്യങ്ങൾ കേവലം ശാരീരിക അഭ്യാസത്തിന് മാത്രമുള്ള കേന്ദ്രങ്ങളായിരുന്നില്ല, മറിച്ച് ഹെലനിസ്റ്റിക് ആചാരങ്ങൾ അനുസരിച്ച് ബൗദ്ധിക പരിശീലനവും സാമൂഹ്യവൽക്കരണവും നടത്തുന്ന ഇടങ്ങൾ കൂടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്ന വ്യക്തികളിലേക്ക് ഒരു യവന സംസ്കാരം അടിച്ചേൽപ്പിക്കപ്പെടുമായിരുന്നു. ജെറുസലേമിലെ ഈ ജിംനേഷ്യം വിവാദത്തിലാവാനുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗ്രീക്ക് അത്ലറ്റിക് പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ പലപ്പോഴും അത് നഗ്നരായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ കായിക മുറകളെല്ലാം തന്നെ നഗ്നരായിട്ടാണ് അവർ ഗ്രീക്കുകാർ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഈ നഗ്നരായി കായിക മുറകളിൽ ഏർപ്പെടുക എന്നത് യഹൂദരുടെ വികാരങ്ങളെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചു. രണ്ടാമതായിട്ട്, പുരോഹിതന്മാർ, യഹൂദമതത്തിലെ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരായ യഹൂദർ
ഈ ജിംനേഷ്യത്തിലെ ഗ്രീക്ക് അത്ലറ്റിക് മത്സരങ്ങളിലും സാംസ്കാരിക ആഘോഷങ്ങളിലും ആചാരങ്ങളിലുമെല്ലാം പങ്കെടുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മത നേതൃത്വം പോലും ഈ ജിംനേഷ്യം മൂലം വഴിപിഴയ്ക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു ഭാഗത്ത് നഗ്നത, മറുഭാഗത്ത് മതനേതൃത്വം പോലും വഴിപിഴയ്ക്കുന്നു ഈ ജിംനേഷ്യം കാരണം. മൂന്നാമത്, ജിംനേഷ്യത്തിൽ നഗ്നരായി കായികാഭ്യാസങ്ങളിൽ ഏർപ്പെടുമ്പോൾ യഹൂദർക്ക് വലിയ അപമാനമുണ്ടായി. കാരണം എന്താണ്? അവർ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരാണ് എന്ന് ആ ജിംനേഷ്യത്തിലുള്ള മുഴുവൻ ആളുകളും ഇവർ നഗ്നരായതുകൊണ്ട് തിരിച്ചറിയും. അപ്പോൾ എന്തു ചെയ്യും? ഇവർ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരാണ് എന്ന ആ കാര്യം, അതിനുള്ള അടയാളം മായ്ച്ചു കളയണം. അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ അക്കാലത്ത് നടത്തിയെന്ന് ഓർക്കുക. അതിനൊരു പേര് എപ്പിസ്പാസം എന്നാണ്. എപ്പിസ്പാസം എന്ന് പറയുന്ന ഒരു ശസ്ത്രക്രിയയാണ്. എപ്പിസ്പാസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചു മാറ്റിയത് പുനഃസ്ഥാപിക്കാനുള്ള ചെറിയ ഒരു ശസ്ത്രക്രിയയാണ്. അപ്പോൾ അതുപോലും നടത്തി എങ്ങനെയെങ്കിലും തങ്ങളുടെ യഹൂദ സ്വത്വം, പരിച്ഛേദനത്തിൻ്റെ അടയാളം പോലും മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ പോലും അക്കാലത്ത് ഈ ജിംനേഷ്യ നിമിത്തം യഹൂദർ നടത്തി. നാലാമത്, ഈ ജിംനേഷ്യം ഗ്രീക്ക് ദേവീദേവന്മാരുടെ ആരാധന, വളരെ പ്രത്യേകമായിട്ട് അത്ലറ്റിക്സിൻ്റെ സംരക്ഷകരായിരുന്ന ഹെർമസ്, ഹെറാക്ലിസ് എന്നീ ഗ്രീക്ക് ദേവന്മാരുടെ ആരാധന യഹൂദരുടെ ഇടയിൽ അവതരിപ്പിച്ചു. അങ്ങനെ യഹൂദരും ഹെർമസിനെയും ഹെറാക്ലിസിനെയും ഒക്കെ ആരാധിക്കുന്ന അന്യമത ദൈവാരാധനയ്ക്ക് അവർ വഴങ്ങേണ്ടതായിട്ട് വന്നു. അഞ്ചാമതായി, ഗ്രീക്കുകാരുടെ ഈ കായിക കളരി ജിംനേഷ്യം പരമ്പരാഗതമായ യഹൂദ മതാചാരങ്ങൾക്കും യഹൂദ സ്വത്വത്തിനും അടിസ്ഥാനപരമായ വെല്ലുവിളി ഉയർത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജിംനേഷ്യത്തിൻ്റെ സ്ഥാപനം അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ ഹെലനൈസേഷൻ അഥവാ യവനവൽക്കരണ പരിപാടിയിലെ ആദ്യഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. ഇത് പിന്നീട് നേരിട്ടുള്ള മതപരമായ പീഡനങ്ങളിലേക്കും മതമർദ്ദനങ്ങളിലേക്കും വഴിമാറി. പരമ്പരാഗത യഹൂദർ പലരും ജിംനേഷ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് മതത്യാഗത്തിന് കാരണമായി, ഉടമ്പടിയുടെ ഉപേക്ഷയ്ക്കും നിരാസത്തിനും കാരണമായി മാറി. ഇതാണ് ജെറുസലേമിൽ സ്ഥാപിക്കപ്പെട്ട ജിംനേഷ്യത്തിൻ്റെ മതപരമായ പ്രത്യാഘാതം. അടുത്തതായിട്ട് അന്ത്യോക്യസ് എപ്പിഫാനസ് ഈജിപ്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. യൂദയായിൽ ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണം ഉറപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ തൽക്കാലം ഇസ്രായേലിനെ യൂദയായെ വിട്ട് അയാൾ ഈജിപ്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ് തുടർന്ന് വരുന്ന വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. നമുക്ക് 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. രാജ്യം തൻ്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തിൻ്റെ കൂടി രാജാവാകാൻ അന്ത്യോക്കസ് തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളുടെയും അധിപനാകാനായിരുന്നു അവൻ്റെ മോഹം. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽപ്പടയും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി. ടോളമി പിന്തിരിഞ്ഞോടി. വളരെ പേർ മുറിവേറ്റു വീണു. ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി. ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു. 143-ാം ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിന് ശേഷം അന്ത്യോക്കസ് മടങ്ങി. ഇസ്രായേലിനെതിരെ ശക്തമായൊരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറുസലേമിൽ എത്തി. അന്ത്യോക്കസ് എപ്പിഫാനസ്
ഈജിപ്തിലെ ടോളമികളുടെ മേൽ, ടോളമി എന്ന് പറയുമ്പോൾ ഓർക്കുക ഒരു സ്ഥാനപ്പേരാണ്. അപ്പോൾ ടോളമേയൻ ഡൈനാസ്റ്റിയിലെ അല്ലെങ്കിൽ ടോളമിയുടെ രാജവംശത്തിലെ എല്ലാ രാജാക്കന്മാരും ടോളമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ടോളമിയുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. BC 323 മുതൽ BC 30 വരെ ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരു പ്രബല വിഭാഗമായിരുന്നു ടോളമി രാജവംശം. ഇവരുടെ സ്ഥാപകൻ അലക്സാണ്ടർ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന ടോളമി ഒന്നാമനായിരുന്നു. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. സെലൂക്കിയ രാജാക്കന്മാരും ടോളമിയൻ രാജാക്കന്മാരും തമ്മിൽ പലപ്പോഴായിട്ട് ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദ്യ വിഷയമായിട്ട് വരുന്നത്. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽപ്പടയും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി. ടോളമി പിന്തിരിഞ്ഞോടി എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് അന്ത്യോക്യസ് എപ്പിഫാനസ് ഈജിപ്തിൻ്റെ കൂടി ഭരണാധിപനായി മാറുകയാണ്. അങ്ങനെ ഈജിപ്ത് കൂടി പിടിച്ചടക്കി അദ്ദേഹം ജെറുസലേമിലേക്ക് തിരികെ എത്തിയപ്പോൾ ജെറുസലേമിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് തുടർന്ന് വരുന്ന വചനങ്ങളിലൂടെ നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ മക്കബാരുടെ പുസ്തകം 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഈ സമയം വായിക്കാം. അവൻ ഔദ്ധത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയും പാനീയബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണധൂപകലശങ്ങളും തിരശ്ശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി. ഒളിച്ചു വച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി. അവയും കൊണ്ടവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവനേറെ രക്തം ചൊരിഞ്ഞു. അവൻ്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റിനിന്നു. ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു. ഭരണാധിപന്മാരിലും പ്രമാണികളിൽ നിന്ന് ദീനരോദനമുയർന്നു. യുവതീ യുവാക്കന്മാർ തളർന്ന അവശരായി. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു. മണവാളൻ വിലപിച്ചു. മണവറയിൽ മണവാട്ടി പ്രലപിച്ചു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറപൂണ്ടു. യാക്കോബിൻ്റെ ഭവനം ലജ്ജാവൃതമായി. ഈജിപ്തിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം അന്ത്യോക്കസ് ചെയ്യുന്ന പ്രധാന കാര്യം ദേവാലയത്തെ, യഹൂദരുടെ മതപരമായ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്ന ജെറുസലേം ദേവാലയത്തെ കൊള്ളയടിക്കുകയാണ്. ജെറുസലേം ദേവാലയത്തെ കൊള്ളയടിക്കുന്ന കാര്യം പറയുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ രൂപഘടനയും അതിനുള്ളിലെ വസ്തുക്കളെക്കുറിച്ചുമൊക്കെ ചെറിയ അറിവ് നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് എന്തൊക്കെയാണ് അവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ചിത്രത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും ഉൾപ്പെടുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പുറത്തുള്ളത് അതിൻ്റെ കൂടാര അങ്കണവുമാണ്. ഇതേ ശൈലിയിലാണ് ജെറുസലേം ദേവാലയം, ഇത് കൂടാരത്തിൻ്റെ ശൈലിയാണ്, ഇതേ ശൈലിയിലാണ് ജെറുസലേം ദേവാലയവും നിർമ്മിക്കപ്പെട്ടത്. ജെറുസലേം ദേവാലയത്തിൻ്റെയും കൂടാരത്തിൻ്റെയും ഒക്കെ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നത് വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകം, ആ വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിലായി ഒരു തിരശീല, അതിനു മുൻപിലായി സ്വർണം കൊണ്ട് പൊതിയപ്പെട്ട ധൂപപീഠം. അവിടെ വെച്ചായിരുന്നു എല്ലാ ദിവസവും പുരോഹിതന്മാർ ദൈവമായ കർത്താവിന് ധൂപാർച്ചന നടത്തിയിരുന്നത്. പിന്നീട് ജെറുസലേം ദേവാലയത്തിൽ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ ഉണ്ടായിരുന്നു. മെനോര എന്ന് വിളിക്കപ്പെടുന്ന വിളക്കുകാൽ ഉണ്ടായിരുന്നു. ഒരുപാട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെയുള്ള
പാത്രങ്ങൾ, ധൂപപാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിന് പുറത്ത്, ദേവാലയത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്ത് വീണ്ടും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നത് പോലെ ക്ഷാളനപാത്രം, ബലിപീഠം, മെനോര വിളക്ക് തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇദ്ദേഹം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അന്ത്യോക്യസ് എപ്പിഫാനസ് ദേവാലയത്തിനുള്ളിൽ കടന്നതിന് ശേഷം അവിടെയുള്ള ഹോമയാഗപീഠം, അത് മൃഗങ്ങളെ ബലിയർപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന അങ്കണത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹോമയാഗപീഠമായിരുന്നു. അത് കൊള്ളയടിക്കുന്നു. ക്ഷാളനപാത്രം കൊള്ളയടിക്കുന്നു. ഇങ്ങനെ ദേവാലയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിലപിടിച്ചതെല്ലാം ഇയാൾ കൊള്ളയടിച്ചു കൊണ്ടുപോവാണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഇയാൾ കൊള്ളയടിച്ചത്? ജെറുസലേം ദേവാലയത്തെ സംബന്ധിച്ചും യഹൂദരെ സംബന്ധിച്ചും അവിടേക്കുണ്ടായിരുന്ന പ്രാധാന്യം എന്താണ് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം.